അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലെത്തി. ഇതായിരുന്നു ഇന്നൊരു ദിവസം പറഞ്ഞ സർപ്രൈസ്. ഒരു ഹനുമാൻ സ്വാമിയുടെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ കയറി ഞാൻ മാത്രം തൊഴുതു. ദീപിച്ചാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ഈ കോട്ട കാണാൻ വേണ്ടിയിട്ട് ഞാനും സിബിനും കൂടി ഇങ്ങനെ പോവാം. നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് 1 മണിക്കത്തെ വെയിലെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്കൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു. ഗ്ലാസ് ഞാൻ നേരത്തെ എൻ്റെ ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മേ നോക്ക്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. വെയിലിൻ്റെ ഇത് കാണുന്നുണ്ട്. സിബിന് ഓടുമായിരുന്നു. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ. അല്ല, ഇടയ്ക്ക് അവനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു ചെറുപോലെ ദീപിച്ചെന്നെ കാണാൻ. നോക്കിക്കേ, അത് ഏത് വെയിലത്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ബ്യൂട്ടിഫുൾ. എത്ര കണ്ടാലും നമ്മളിങ്ങനെ നോക്കി നിൽക്കും. വിശാലമായ അനന്തതയിലേക്കെന്നൊക്കെ പറയുന്ന പോലെ. കവിത വല്ലതും എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി കേട്ടോ. പതഞ്ഞ് 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 എഴുതുന്ന തിരമാലകൾ. കുറേ സെൽഫിയൊക്കെ ഞാൻ എടുത്ത് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കോട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട്. സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ കാസർഗോഡ് ബേക്കൽ ഫോർട്ട്. തിരുമാലകൾ കണ്ട പോകുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ബ്യൂട്ടി വേറൊന്നല്ലേ. പക്ഷെ കാണുന്ന ബ്യൂട്ടിയാണ്. ഇറങ്ങാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അത്ര സേഫൊന്നുമല്ല, ഇറങ്ങാൻ പാടില്ല, സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വാണിംഗുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. സംഭാരം റെഡിയായിരുന്നു. ഈ കൊച്ചു പയ്യനെ അത് റെഡിയാക്കി തരുന്നത് കേട്ടോ. കൊള്ളായിരുന്നു. ക്ഷീണമൊക്കെ പറ്റാൻ. ഇത് കണ്ടോ, ഒരു ചെറിയ ഹോൾസ് അവിടെ ഇവിടെയൊക്കെ ഈ മതിലിൻ്റെ സൈഡിലുണ്ട് കേട്ടോ കോട്ടയുടെ. അതിനകത്തൂടെ നമുക്ക് ഈ കടൽ കാണാൻ പറ്റും. അവൻ പറയുന്നത് പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇതുവഴിയാണ് വെടിവെച്ചുകൊണ്ടിരുന്നതും പീരിങ്ങി വെച്ചിരുന്നതും എന്നൊക്കെയാണ് സിബിൻ കഥകൾ പറഞ്ഞത്. ഏതായാലും കൊള്ളാം, അവൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ. ബാക്കി കോട്ട ഞാൻ തന്നെ ഇരുന്ന് നടന്ന് കണ്ടു. ഇതിൻ്റെ മുകളിലോട്ട് കയറണം, കുത്തനെയുള്ള കയറ്റമാണ്. ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ കാഴ്ചകൾ താഴോട്ടുള്ളത് കാണാം. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് ബീച്ച് കാണാം. അവിടെ നമുക്ക് ഇറങ്ങാനും പറ്റുന്ന രീതിയിലുള്ളതാണ് അങ്ങ് ദൂരെ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. ഓക്കെ, ചില ഭാഗത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഉണ്ട്. അത് കുളിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പുള്ള അപ്പുറത്തെ സൈഡാണ്. ഞങ്ങളങ്ങോട്ട് പോയൊന്നുമില്ല. ഞാനാണെങ്കിൽ മനസ്സ് നിറച്ച് ഫോട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നല്ല സെൽഫിയൊക്കെ എടുത്ത് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ഓക്കേ, ബൈ.